അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ആട് 3യുടെ പൂജ നടന്നിരിക്കുകയാണ്. എല്ലാവരും അക്ഷമരായിട്ട് കാത്തിരിക്കുകയായിരുന്നു ആട് 3 എന്ന ചിത്രത്തിൻ്റെ, ആട് ഫ്രാഞ്ചൈസി, ആട് സീരീസിൽ വരുന്ന ചിത്രത്തിൻ്റെ മറ്റൊരു ചിത്രത്തിനായിട്ട്. എല്ലാവരും അനൗൺസ് ചെയ്ത മുതൽ തന്നെ എന്ന് തുടങ്ങും, എന്ന് ഷൂട്ടിംഗ് തുടങ്ങും, എന്നാണ് നമുക്ക് ഷാജി പാപ്പനെ കാണാൻ സാധിക്കുക, വീണ്ടും സ്ക്രീനിൽ കാണാൻ സാധിക്കുക എന്ന അക്ഷമരായി കാത്തിരിക്കുകയാണ്. ഫൈനലി ആട് 3യുടെ ഷൂട്ടിംഗ് വൈകാതെ തന്നെ ആരംഭിക്കുകയാണ്. ചിത്രത്തിൻ്റെ പൂജ ഇന്ന് കൊച്ചിയിൽ വെച്ച് നടന്നിരിക്കുകയാണ്. സിനിമയിലെ എല്ലാ താരങ്ങളും നിർമ്മാതാക്കളും അടക്കം പങ്കെടുത്ത ഒരു ഗംഭീര ഗ്രാൻഡ് ഫംഗ്ഷൻ ആയിരുന്നു ആട് 3യുടെ. ജയസൂര്യ, മിഥുൻ മാനുവൽ തോമസ്, സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ്, നിർമ്മാതാവും ആക്ടറുമായ വിജയ് ബാബു, സ്പെഷ്യൽ ഗസ്റ്റായിട്ട് നടൻ ഉണ്ണിമുകുന്ദനും എത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ആട് 3 ആട് 2 പോലെ ഗംഭീര ബ്ലോക്ക് ബസ്റ്റർ ആവും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജയസൂര്യയുടെ കരിയറിലെ ആദ്യ 50 കോടി സോളോ 50 കോടി ചിത്രമായിരുന്നു ആട് 2 എന്ന ചിത്രം. ആട് 1 എന്ന ചിത്രം വമ്പൻ പരാജയമായിരുന്നെങ്കിൽ പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ വമ്പൻ ഹൈപ്പിലേക്ക് പോകുകയും പ്രേക്ഷകർ ഏറ്റെടുക്കുകയും പല സ്കൂളുകളിലും കോളേജുകളിലും സ്പെഷ്യൽ റിലീസായിട്ട് സ്പെഷ്യൽ സ്ക്രീനിങ് ഒക്കെ നടന്ന് ടി വിയിൽ വന്ന കുഴപ്പം കൾട്ട് സ്റ്റാറ്റസ് കിട്ടിയ ഒരു ചിത്രമായിരുന്നു ആട് 1. പിന്നീട് അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങി വമ്പൻ ബ്ലോക്ക് ബസ്റ്ററായി. ജയസൂര്യയുടെ, മിഥുൻ മാനുവലിൻ്റെയും കരിയറിൽ തന്നെ വമ്പൻ വിജയമായ ഒരു ചിത്രമായി മാറി. ജയസൂര്യയുടെ ആദ്യ 50 കോടി സോളോ ചിത്രമായി മാറി. ഇപ്പോഴിത് അതിൻ്റെ 3ാം ഭാഗവും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൾട്ട് ഫാൻ ബേസ് ഉള്ള ഒരു ചിത്രം കൂടിയാണ് ആട് 3. ഷാജി പാപ്പനായിക്കോട്ടെ അതിലെ എല്ലാ ക്യാരക്ടറിനും കൾട്ട് ഫാൻ ബേസ് ആണ്. എന്തായാലും ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് വൈകാതെ തന്നെ തുടങ്ങും. ആട് 2 പോലെ തന്നെ വമ്പൻ ബ്ലോക്ക് ബസ്റ്ററായി മാറും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.